പന്തപ്ര ആദിവാസി ഉന്നതിയിൽ പുനരധിവസിപ്പിച്ച കുടുംബങ്ങൾക്ക് അനുവദിച്ച കൃഷിഭൂമിയിലെ മരങ്ങൾ മുറിച്ചുമാറ്റുന്നതിന് തീരുമാനമായി. മരങ്ങളുടെ നമ്പർ രേഖപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. 10 വർഷം മുമ്പ് കൃഷിഭൂമി അനുവദിച്ചതാണെങ്കിലും മരങ്ങൾ മുറിച്ചുമാറ്റാത്തതിനാൽ കൃഷി സാധ്യമായിട്ടില്ല. ടെൻഡർ നടപടികൾക്ക് ശേഷം മരങ്ങൾ മുറിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. പന്തപ്രയിലെ വനംഭൂമിയിൽ വർഷങ്ങൾക്ക് മുമ്പാണ് 67 ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചത്. വീട് വയ്ക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനുമായി 2 ഏക്കർ സ്ഥലമാണ് 67 കുടുംബങ്ങൾക്കും അനുവദിച്ചത്. തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിക്കാത്തതിനാൽ കൃഷി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രശ്നത്തിനാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. മുറിക്കേണ്ട മരങ്ങളുടെ നമ്പറിടുന്ന പ്രവർത്തനമാണ് ആരംഭിച്ചത്. തുടർന്ന് ടെൻഡർ നടപടികളുണ്ടാകും. മരങ്ങൾ മുറിക്കുന്നതോടെ ഇവിടെ കൃഷി ചെയ്യാൻ സാഹചര്യമൊരുങ്ങും. നമ്പറിടുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. 2018 മുതൽ വനാവകാശ രേഖ ഇവിടെ നിങ്ങൾക്ക് കൈമാറിയത് മുതൽ ഉന്നയിച്ചു വരുന്ന ഒരു പ്രധാന ആവശ്യമാണ്. അതിൻ്റെ ഒരു പൂർത്തീകരണ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നത്. നേരത്തെ വലിയ പ്രതിസന്ധിയിൽ കഴിഞ്ഞിരുന്ന പ്രിയപ്പെട്ട നിങ്ങളാണ് ഇവിടെ നേരത്തെ പുഴയുടെ ഓരത്തും പിന്നീട് കണ്ടപ്പാറ പുഴയോരത്തും പിന്നീടാണ് അവിടെ നിന്ന് മാറി നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഉന്നതിക്ക് ഇപ്പോൾ സമീപത്തെ റോഡിനപ്പുറത്ത് കിടക്കുന്ന പ്രദേശത്ത് വന്ന് കുടിൽ കെട്ടി താമസിക്കുകയും അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ നിരന്തരമായി നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിൻ്റെ 2018 വനാവകാശ രേഖ 2 ഏക്കർ ഭൂമിയുടെ വനാവകാശ രേഖ നിങ്ങൾക്ക് നൽകാൻ തീരുമാനിക്കുകയും പിന്നീട് വിവിധ വകുപ്പുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബിനേഷ് നാരായണൻ, ബിന്ദു രാജേന്ദ്രൻ, മുരളീദാസ്, നിഖിൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. GTV ന്യൂസ്, കുട്ടമ്പുഴ.